കപ്പിക്കുപ്പായവും മോന്തയും മറച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇസ്ലാം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? നബി തന്നെ പറഞ്ഞു, നിസാഉൻ, ചില സ്ത്രീകളുണ്ട്, കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അരിയാത്തുൻ, അവർ നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ ചില സ്ത്രീകൾ, മഇലാത്തുൻ മുമീലാത്തുൻ, അവൾ മറ്റുള്ളവരിലേക്ക് ചായും, അവരിലേക്ക് അവൾ മറ്റുള്ളവരെ ചരിക്കും. റൂസഹുന്ന കഅസ്രിമത്തിൽ ബുഖ്തിൽ മാഇല, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പൊങ്ങി നിൽക്കും. ചിലപ്പോൾ തലമുടിയായിരിക്കും, ചിലപ്പോൾ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗമായിരിക്കും. ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ, അവൾ സ്വർഗ്ഗത്തിലും പ്രവേശിക്കില്ല, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അവൾക്ക് ലഭിക്കുകയുമില്ല. പൂർണ്ണ നഗ്നമായി ഒരു ചാണകക്കുഴിയിലേക്ക് ചാടിയിട്ട് കയറി വന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെയുള്ള പർദ്ദയൊക്കെ ധരിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെ? ഇതൊക്കെ ഏത് ഇസ്ലാം നിങ്ങളെ പഠിപ്പിച്ച വേഷമാണ്? ഏത് ഇസ്ലാം പഠിപ്പിച്ച സംസ്കാരമാണിത്? അപ്പൊ ഉസ്താദുമാർക്ക് പറയാൻ വിഷയങ്ങളായി. സ്ത്രീകളുടെ വസ്ത്രധാരണം, പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ, ഭർത്താവിനോട് ഭാര്യ കിടപ്പറയിൽ എങ്ങനെ പെരുമാറണം, ഭർത്താവ് വരുമ്പോൾ അവൾ വസ്ത്രം സ്വയം തുണി അഴിച്ചു കൊടുക്കണമെന്ന് വരെ ഇ.പി. അബൂബക്കർ കാസിമിയെ പോലെയുള്ള ഉസ്താദുമാർ പൊതു ഇടങ്ങളിൽ നിന്ന് പ്രസംഗിക്കുവാണ്. ആ രൂപത്തിലേക്ക് അവരെത്തി. വ്യത്യസ്തമായ ആശയധാരകൾ കാരണം സംഘടനകളായി, പിളർപ്പുകളായി, ഒരുപാട് നിലപാടുകൾ ഇവർക്കുണ്ടായി. ഒറ്റ ഖുർആനും ഹദീസുമല്ലേ ഉള്ളൂ. എന്തിനാ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും തർക്കിക്കുന്നത്? ഇങ്ങനെ നമ്മുടെ നാട് ക്രമേണ 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 ഒരു അഫ്ഗാനായിക്കൊണ്ടിരിക്കുകയാണ്. തലമറയ്ക്കാതെ ഒരു മുസ്ലിം കുട്ടിക്കും സ്കൂളിലോ കോളേജിലോ എന്തിന് ഒരു ഔട്ടിങ്ങിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ വന്നത് തീവ്രമായ മതപഠനത്തിന്റെ ആധിക്യം കൊണ്ടും ഇത്തരം തീവ്ര മതവിശ്വാസികൾ കാരണവുമാണ്. പ്രവാചകനോട് എന്താണ് എന്റെ നഗ്നത എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹക്കഥ വഹക്കഥ, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മറച്ചോ. ശരി, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കുക. ഇതങ്ങനെയാണോ? ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് ഇത്തരം ആശയങ്ങൾ? അങ്ങനെ മതതീവ്രതയുള്ള, അന്യമതസ്ഥരെ വെറുപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനക്ഷമതയുള്ള ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ നാലെണ്ണം കൊടുക്കാം? ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ആണ്, പ്രത്യേകിച്ച് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ ഇറക്കി വെക്കുന്നതല്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ഗ്യാങ് തന്നെ പ്രത്യക്ഷപ്പെട്ടു. കുറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി, റിയൽ ഐഡിയിലും വരുന്നുണ്ട്. എന്നിട്ട് അസഭ്യങ്ങൾ പറയാൻ തുടങ്ങി. തെറികൾ ഉമ്മയെയും വാപ്പയെയും പെങ്ങളെയും ഒക്കെ ഇരുത്തി ഇവർ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ മെഴുകുന്നത്. സോഷ്യൽ മീഡിയയിൽ മതവിമർശനം നടത്തുകയോ ഒരു പോസ്റ്റ് ഇടുകയോ ഒരു കമന്റ് ഇടുകയോ ചെയ്താൽ ഓരോ മതത്തിന്റെയും അടിസ്ഥാന ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും അതിന്റെ ദൈവികതയെക്കുറിച്ചും നിങ്ങൾക്ക് പറയാം, സംസാരിക്കാം. വിമർശനങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ അതും ആകാം. പക്ഷേ നമ്മുടെ മതത്തെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും സംശയമോ വിമർശനമോ ഉയർത്തിയാൽ ഉടനെ അവർക്കെതിരെ കത്തിയെടുക്കാനും കഴുത്തു വെട്ടാനും ഭീഷണിപ്പെടുത്താനും അവരെ സെക്സിന് വിളിക്കാനും എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ ഇവമാര് വ്യഭിചാരികളാണെന്നല്ലേ ഈ പറയുന്നത്? അവസരം കിട്ടിയാൽ ഏത് പെണ്ണിന്റെയും പിന്നാലെ പോകുമെന്നല്ലേ പറയുന്നത്? അപ്പോ ഒന്ന് തരുവോ, അങ്ങനെ തരുവോ, ഇങ്ങനെ തരുവോ, മറ്റേത് തരുവോ? ഇവരുടെ ലക്ഷ്യം ഇതുമാത്രമാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വന്നു. ആരുടെ ശിക്ഷണത്തിലാണെന്ന് കൂടി നോക്കണം. ഉസ്താദുമാര് രാവിലെ വർഷള് പരമ്പരകൾ പറയും, നമുക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, സ്വർഗമുണ്ട് നരകമുണ്ട്, വഴിതെറ്റുന്ന യുവതലമുറ, നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ, മരിക്കണ്ടേ, നരകമുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്. രാത്രിയാകുമ്പോൾ ഹോസ്റ്റലിലുള്ള കുട്ടികളെ പിടിച്ച് കമിഴ്ത്തി കിടത്തുക, പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുക. പെൺകുട്ടികളെ ആണെങ്കിലും അതുപോലെ. എന്നിട്ട് കുട്ടികളെ ഭീഷണിപ്പെടുത്തുക. ഒരു കുട്ടിയിൽ നിന്നും 9 കുട്ടികളിലേക്ക് ഇവരുടെ പീഡനമുറകൾ വളരുന്നു. ആരെങ്കിലും വിമർശിക്കുവോ? ആരെങ്കിലും എതിർക്കുവോ? അപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ ആരെങ്കിലും ഇത്തരത്തിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരോട് അനാവശ്യങ്ങൾ പറയാൻ, ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു തലമുറ സോഷ്യൽ മീഡിയയിൽ വളർന്നു വന്നു. അവര് കാണുന്നത് മതവും അതിന്റെ സാഹസ പ്രവർത്തകരായ
സഹജീവിയുടെ കഴുത്ത് വെട്ടി സ്വർഗത്തിലെ സീറ്റ് ഉറപ്പിക്കുന്നതുമായ ഐസിസിന്റെ വീരകൃത്യങ്ങളാണ്. അവരതാ കാണുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് അതേ ഐസിസുകാരാണ് യഥാർത്ഥ ഇസ്ലാം, പോപ്പുലർ ഫ്രണ്ടുകാരാണ് യഥാർത്ഥ ഇസ്ലാം, SDPIക്കാർ മുന്നോട്ട് വെക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയം എന്ന് ഉൾക്കൊള്ളാൻ ഒരു ജനവിഭാഗം ഉയർന്നു വന്നു. സഹജീവി അപകടത്തിൽപ്പെട്ട് മരണത്തിലേക്ക് പോകുമ്പോഴും അഞ്ച് നേരം തലകുത്തി മറിയാനായിരിക്കും ഇവര് ധൃതി കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, രാത്രി ഹോസ്പിറ്റലിലേക്ക് പോകാം. ആ സമയത്ത് എലത്തൂര് പെട്രോൾ പമ്പിന്റെ തൊട്ട് മുമ്പില് ഞങ്ങളിങ്ങനെ കാറിൽ പോകുമ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നു, ഒരു ബൈക്ക്, ഒരു സ്കൂട്ടർ അടുത്ത്, അത് ഓണാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഇതാ ആരോ ഒരാൾ കിടക്കുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി വന്ന് നോക്കിയപ്പോഴേക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, പക്ഷെ രക്തം ഇങ്ങനെ വാർന്നു പോകുന്നുണ്ട്, ആ മനുഷ്യന് ബോധമില്ല. പെട്ടെന്ന് എനിക്ക് വയ്യാതിരിക്കുകയാണ്, എന്നാലും അദ്ദേഹത്തെ പിടിച്ച് പൊക്കി. അപ്പോഴത്തേക്കിന് ആളുകളൊക്കെ കൂടി നേരെ എലത്തൂർ സ്റ്റേഷനിലേക്ക് 2 പയ്യന്മാരെ വിട്ടിട്ട് പോലീസിനെ വിളിപ്പിച്ചപ്പോൾ അവിടെ പോലീസ് ജീപ്പില്ല, അവരെന്ത് പട്രോളിങ്ങിനെ കണ്ടപ്പോൾ ഇരിക്കുവാണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ തന്നെ വയ്യായിരുന്നു, എന്നിട്ട് നേരെ അവിടെ ചെന്ന് പോലീസിനെ വിളിച്ചു, ആംബുലൻസ് അറേഞ്ച് ചെയ്തു, അയാളെ എടുത്തു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇനി ഇതേ അവസരം നോക്കുക, ഒരു മുസ്ലിം ഇത് കാണുന്നു, മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരാൾ ഇങ്ങനെ കിടക്കുന്നത്. ഒരു പക്ഷേ അയാളുടെ ഒരു മനുഷ്യത്വം വെച്ചിട്ട് ഇയാളെ എടുത്ത് ആശുപത്രിയെ കൊണ്ടുപോകുമായിരിക്കും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നതാണ് അയാൾക്ക് പ്രതിഫലാർഹം. കാരണം സ്വർഗത്തിന്റെ താക്കോല് നമസ്കാരമാണ്, ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ മനുഷ്യത്വ വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കും. ഇതിനകത്ത് ഈ മതത്തിലുള്ള മാനവിക വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കും സ്വാഭാവികമായും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? 5 നേരം തലകുത്തി മറിയലും പർദ്ദയിടലും മാത്രമാണ് ഇസ്ലാം എന്ന് പറയും. എന്നിട്ട് രാഷ്ട്രീയ, മത, കല, സാഹിത്യ എല്ലാത്തിലും മതം കലർന്നു. എല്ലാ സമ്മേളനങ്ങൾക്കിടയിലും നമസ്കാരപ്പായകൾ നിരന്നു. ബിരിയാണി അവർ കരുതി തുടങ്ങി. എല്ലാ പാർട്ടി പ്രോഗ്രാമിനിടയ്ക്കും അവരിതൊക്കെ കരുതി തുടങ്ങി. മതേതരത്വം പറഞ്ഞ പാർട്ടി സമ്മേളനങ്ങളില് ഒരു പ്രത്യേക മതവിഭാഗം പ്രാർത്ഥന നിർവഹിച്ച് ആത്മനിർവൃതി അടയുന്നതും നമ്മൾ കാണേണ്ടി വന്നു. മതമല്ല വേണ്ടത്, നമുക്കൊരു ജനാധിപത്യ ഭരണഘടനയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി പിന്നീട് നമസ്കരിക്കാൻ ഇടം കൊടുക്കുന്നതും നോമ്പുതുറ സംഘടിപ്പിക്കുന്നതുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് മതസൗഹാർദ്ദം കൊണ്ടല്ല. നമുക്ക് മതസൗഹാർദ്ദമല്ല വേണ്ടത്, മാനവ സൗഹാർദ്ദമാണ്. മതങ്ങൾ പരസ്പരം സൗഹൃദപ്പെടുകയോ പെടാതിരിക്കുകയോ ചെയ്യില്ല. ഓരോ മതവും അവനവന്റെ മതം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു മതത്തെ അംഗീകരിക്കാൻ കഴിയുന്നത്? കഴിയില്ല. ഇതൊക്കെ കണ്ട് അനുഭവ പാഠവും വിവരവുമുള്ള ആളുകൾ കൃത്യമായി പറഞ്ഞു, കേരളം ഒരു മതരാജ്യമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ, യുവാക്കളെയൊക്കെ ഇവര് മതം മാറ്റുന്നുണ്ട് കേട്ടോ, അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു. അതിന്റെ മുന്നോടിയാണ് നമ്മൾ ഈ കാണുന്ന കപട മതേതരത്വമെല്ലാം. പക്ഷേ അവരെ ആക്കാനായിരുന്നു നമുക്ക് ധൃതി. ചില തൽപര കക്ഷികൾ അവരെ ചാപ്പയടിച്ചു മാറ്റി നിർത്തി. മതേതര ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ കത്തിവെക്കാൻ ഇവർ ശ്രമിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മടിച്ച മതരാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ വിവരദോഷികൾ എങ്ങും വ്യാപകമായി ഈ മതത്തെ പ്രീണിപ്പിച്ചു നിർത്തുകയും അപകടം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് മാറി. അന്യമതസ്ഥനോട് പുഞ്ചിരിക്കരുത്, അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നതോ നിന്റെ സ്ഥാപനത്തിൽ അവന് ജോലി കൊടുക്കുന്നതോ വരെ ഹറാമാണ് എന്ന രൂപത്തിലേക്ക് ഷംസീൻ പാലത്തിനെ പോലെയുള്ള പണ്ഡിതന്മാർ വളർന്നു. ഇതല്ലേ വിഭാഗീയത? ഇതല്ലേ വർഗീയത? ഇതല്ലേ അന്യമത വിദ്വേഷം? അപ്പോ ഇത്തരം തീവ്രമായ ആശയങ്ങളെ എതിർത്തു ഞാനൊക്കെ. അതാണ് എന്നോട് ഇത്രയധികം വിരോധം വരാൻ കാരണം. വിരോധം എന്നാണ് ഇവിടുത്തെ വിഷയമല്ല. എന്നിട്ട് ഈ തീവ്രമായ ഇസ്ലാമിനെ ഹിന്ദു തീവ്രവാദവുമായി തുലനം ചെയ്ത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. ചില നിഷ്പക്ഷത നടിക്കാൻ ശ്രമിക്കുന്നു ചില ആളുകൾ. ഹിന്ദുമതം തീവ്രമാണെങ്കിൽ അതിനെ എതിർക്കണം, ക്രിസ്തുമതം തീവ്രതയാണെങ്കിൽ അതിനെ എതിർക്കണം, ഇസ്ലാം മതം തീവ്രമാണെങ്കിൽ അതിനെയും എതിർക്കണം. നമുക്ക് അറിയുന്നതിനെ സംബന്ധിച്ചില്ല നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് മറ്റു മതത്തിന്റെ ദർശനങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല, പിന്നെ എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കും? ഹിന്ദു അല്ലാത്ത മുഴുവൻ ആളുകളുടെയും തല വെട്ടണം എന്നാണ് ഹിന്ദുക്കൾ പറയുന്നതെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും. ഇത് ലോകം മുഴുവനും മുസ്ലിം ആകണം, ഇസ്ലാം ആകണം, അതല്ലാത്തവരെ ഒന്ന് വച്ചു കുറിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ചില രാഷ്ട്രീയ മത നേതാക്കന്മാർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചു. എത്രയെത്ര അപകടങ്ങൾ അതുമൂലം ഉണ്ടായി. ഇവർക്ക് തുറന്നു പറയാൻ ഭയമാണ് ഇസ്ലാം ഇതാണെന്ന്. അങ്ങനെ കറുത്ത ചാക്കിൽ പൊതിഞ്ഞ്
കണ്ണ് കെട്ടി വലയിട്ടു. തൊപ്പിയും ജുബയും ഇട്ട അലിഫ് സ്കൂളുകൾ വളർന്നു വന്നു. മതപഠനത്തിന് മാത്രം പ്രാമുഖ്യം നൽകുന്ന മതവിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ എന്ന വ്യാജേന സ്ഥാപിക്കപ്പെട്ടു. താടിയും തലപ്പാവും കറുത്ത ചാക്കും ധരിച്ച ജനങ്ങൾ കാരണം സമൂഹത്തിൽ എവിടെയും ജനങ്ങൾ രണ്ട് വിഭാഗങ്ങളായി സൃഷ്ടിക്കപ്പെട്ടു, ഗണിക്കപ്പെട്ടു. പലയിടങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നു, ബസ് കത്തിച്ചു. യഹോവ സാക്ഷികളുടെ സംറ കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ചു ഒരു മാർട്ടിൻ. അങ്ങനെ മാറാട് കൊലപാതകം, മാറാട് കലാപം, നമുക്കിതൊക്കെ അറിയുന്നതാ. ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? മലയാളി യുവാക്കൾ ഒടുവിലായിട്ട് കാശ്മീരിൽ എത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ. അതിന്